ഇതെല്ലാം മാസ്കിംഗ് ആണ് കേട്ടോ. ഓണം പ്രമാണിച്ച് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കണം കേട്ടോ. നമ്മുടെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞാൽ നമുക്ക് 48 രൂപ കൊടുത്തേക്കാം. 48,000 രൂപയാണ്. എവിടെയും കിട്ടാത്ത വിലക്ക് നമ്മൾ ഈ 8 രൂപ കൊടുക്കുകയാണ്. വെറും 220 സ്ട്രീറ്റ് ആണ്. വെറും 28 വെറും 28,000 രൂപയ്ക്ക് 220 സ്ട്രീറ്റ് ഇരിക്കുന്നുണ്ട്. പിന്നെ ആക്റ്റീവ് ഓഫർ പ്രൈസ് ആണ്. ഓഫർ പ്രൈസ് ആക്റ്റീവാ. നമുക്ക് 35 രൂപ കൊടുക്കാം. നമുക്ക് 49 രൂപ കൊടുത്തേക്കാം. 35 രൂപ കൊടുത്തേക്കാം. 35 രൂപക്ക് നല്ല വണ്ടിയാണ് കേട്ടോ. കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത ഡ്യൂക്ക് ഇരിക്കുന്നുണ്ട്. 2024 മോഡലാണ്. ഇതുവരെ നമുക്ക് 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. സ്കൂട്ടേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഈ സ്കൂട്ടേഴ്സ് ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് എൻഡോർക്കൊക്കെ ഉണ്ട്. 10 രൂപ ഡൗൺ പേയ്മെന്റ് എൻഡോർക്കൊക്കെ ഇറക്കാൻ പറ്റുന്നതാണ്. ഇത് 6900 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ 6930 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. അങ്ങോട്ട് നോക്കിയാൽ മൈലേജ് വേരിയന്റ് ആണ്. പിന്നെ പ്ലാറ്റിന ഇരിക്കുന്നത്. പ്ലാറ്റിന 2400 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2400 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. അടുത്ത കീലെസ് വണ്ടി അല്ലേ? കീലെസ്. ഇത് ആക്റ്റീവ 60 i3 സ്മാർട്ട് ആണ്. പിൻ ടു പിൻ റീസ്റ്റോറേഷൻ ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. അത് നമ്മുടെ അല്ലു അർജുന്റെ ഹാപ്പിയിലുള്ള വണ്ടിയാണ്. റിലീസ് ആയപ്പോ ഒന്നുകൂടി ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അടുത്ത് മേളിലേക്ക് പോകുമ്പോ V3 കളക്ഷൻ ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂമിന്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ എവിടെയല്ല, എറണാകുളം ജില്ലയിലെ തൃക്കാക്കര അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള D7 മോട്ടോ ഹബ് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലെ ഗൈസ് ഞാൻ ഉള്ളത്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളും കളക്ഷൻസും വന്നിട്ടുണ്ട്. ഭാഗത്തേക്ക് കാണിച്ചു തരാം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ അതേ കുറച്ച് വണ്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട്. വേറെ കുറച്ച് വണ്ടികൾ അകത്ത് വെച്ചിട്ടുണ്ട്. അതേ കയറി വരുമ്പോൾ തന്നെ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റാഫാണ് അല്ലേ? അതെ. പേര് പറഞ്ഞോ? ഫാസിൽ. ഇയാളാ? റുക്സാന. ഇവിടെ കേൾക്കും. ഒച്ച കേൾക്കും വിചാരിക്കുന്നു. ഒരു മൈക്കുള്ള കേൾക്കും. അപ്പൊ റുക്സാന, ഫാസിൽ രണ്ടുപേരുണ്ട്. അപ്പൊ ഇവിടെ വേറെ 2 മുതലാളിമാരുണ്ട്. രണ്ടുപേരും എന്നെ ഇവിടെ നിർത്തിയിട്ട് മുങ്ങി കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ അജാസ് ബ്രോവും ഷെഫീഖ് ബ്രോവും. അപ്പൊ പിള്ളേരൊക്കെ ഒന്ന് പഠിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നേക്കണം. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നല്ല പണിയായിരിക്കും എന്ന് വിചാരിക്കുന്നില്ല. ഇപ്പൊ ഈ കാണുന്ന ആളൊക്കെ റീൽസിലൊക്കെ അത്യാവശ്യം കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഒരു വൈറൽ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഒരു വണ്ടി മോഷ്ടിക്കുന്ന വീഡിയോ അല്ലേ? അല്ല, വണ്ടി മോഷ്ടിക്കുന്നല്ല, അതായത് മോഷ്ടിക്കുന്ന മോഷ്ടാവിന്റെ കണ്ടന്റ്. അപ്പൊ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് ഉണ്ട്. മൈലേജ് വണ്ടികളെല്ലാം ഉണ്ട്. അപ്പൊ ലൊക്കേഷൻ ഞാൻ പറഞ്ഞായിരുന്നു, എറണാകുളം ജില്ലയിൽ തൃക്കാക്കര അമ്പലത്തിന്റെ തൊട്ടടുത്താണ് വരുന്നത്. ഇവിടെ ജഡ്ജിമുക്ക് അപ്പുറത്തല്ലേ? തൃക്കാക്കര അമ്പലത്തിനോട് ചേർന്ന്. തൃക്കാക്കര അമ്പലം എന്ന് പറയുമ്പോൾ ഈ ഓണാഘോഷവും കാര്യങ്ങളെല്ലാം അവിടെയുള്ള നടക്കുന്നത്. അപ്പൊ ഓണം ഓഫർ നമ്മള് തൃക്കാക്കരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ചാനലില്. അപ്പൊ നമുക്ക് ഒരു മൂലയും തുടങ്ങിയാലോ? എവിടെ തുടങ്ങണം? ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോ ഫസ്റ്റ് ഹൈനസ് അല്ലേ? ഹൈനസ് ഏതാ മോഡൽ? 2022 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്. നിലവില് 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 43,000 കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്ക് ഇപ്പൊ വന്നല്ലേ? നമുക്ക് ഇന്ന് വന്നിട്ടുള്ളൂ. ഇന്ന് പർച്ചേസ് ചെയ്ത വണ്ടി. റോക്കറ്റ് മാറണം, നമ്മൾ ചേഞ്ച് ചെയ്ത് തരും. വേറെ കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ലല്ലേ? അത് നമ്മൾ ചെയ്തുതരും. വീഡിയോക്ക് വേണ്ടി വണ്ടി വെച്ചേക്കുന്നതാണ്. വണ്ടി സർവീസ് ഒക്കെ ചെയ്ത് വാഷ് ചെയ്ത് കുട്ടപ്പനായിട്ട് കൊടുക്കുള്ളൂ. നമ്മുടെ വില പറഞ്ഞോ? നമുക്ക് 1.5 മാർക്കറ്റ് റേറ്റ്. നമുക്ക് ഒരു 1.45 കൊടുത്തേക്കാം. ഓക്കെ, 1,45,000 രൂപ നമുക്ക് വണ്ടി കിട്ടുന്നതാണ്. ഫിനാൻസ് കിട്ടുന്നതാണ്. ഏകദേശം ഒരു 1.10 വരെ ഫൈനാൻസ് എന്തായാലും 1.10 ഫൈനാൻസ് ചെയ്ത് കിട്ടുന്നതാണ്. അടുത്ത ക്ലാസിക് 350 ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. നിലവിൽ 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്താ കൊടുക്കാൻ പറ്റും? നമുക്ക് 1.23 കൊടുത്തേക്കാം. 1,23,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതെല്ലാം ആസ്കിംഗ് ആണ് കേട്ടോ. ഓണം പ്രമാണിച്ച് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കണം കേട്ടോ. നമ്മുടെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞാൽ ചാനലിന്റെ പേര് നിനക്ക് അറിയാമോ? V4 എന്റർടൈൻമെന്റ്. അറിയാതിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ഫിനാൻസിന്റെ ഡോക്യുമെന്റും കാര്യങ്ങളും അറിയണ്ടേ? ഇയാള് പറയട്ടെ. ഇയാളും മിണ്ടാതിരിക്കണം. പറ. കുറച്ച് അടുത്ത് നിന്ന് വിടാം. മൈക്കില്ലാത്തവനാണ്. ഒരു മൈക്കില്ല. ആധാറും പാൻ കാർഡും. നമുക്ക് എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ സ്പോട്ട് കൊടുക്കാം. 1,00,000 മേലെയാണെങ്കിൽ കുഴപ്പമില്ല. 1 മേലെയാണെങ്കിൽ വെരിഫിക്കേഷൻ വരും. അങ്ങനെയൊക്കെ അല്ലേ? ഇതിൽ മാറ്റം ഉണ്ടോന്ന് അറിയില്ല. ഞാൻ ചോദിച്ചത് എല്ലായിടത്തും പറഞ്ഞോളൂ. തള്ളി കിട്ടും. സ്പോട്ടാണ്. നമുക്ക് ഇവിടെ ഓൾ കേരള ഉണ്ടോ? ഇപ്പൊ കാസർഗോഡ് കിട്ടോ? അതായത് ഈ ബോർഡർ ഡിസ്ട്രിക്റ്റുകളാണ് കൂടുതൽ നമുക്ക് പിൻകോഡ്. സിബിൽ സ്കോർ എത്ര വേണ്ടി വരും? 730. 650 ഇറക്കാം. നോക്കാം. മാക്സിമം 700 മേലെ സിബിൽ ഉണ്ടെങ്കിൽ നോ ടെൻഷൻ. നിങ്ങൾക്ക് മാക്സിമം ഡൗൺ പേയ്മെന്റ് ഒക്കെ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് ഫിനാൻസിന്റെ ഡീറ്റെയിൽ പറയാനുള്ളത്. അടുത്തത് വണ്ടി 2016 മോഡൽ ഇലക്ട്ര. സെക്കൻഡ് ഓണർഷിപ്പിൽ തന്നെയാണ്. നമുക്ക് റേറ്റ് വരുമ്പോ 83 രൂപ വരും. 53,000 രൂപ, 57,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. നല്ല വണ്ടിയാണ്. കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത ഡ്യൂക്ക് ഇരിക്കുന്നുണ്ട്. ഡ്യൂക്ക് 390 2023 മോഡല്. നമുക്ക് റേറ്റ് വരുമ്പോ ഏകദേശം 270 280 മാർക്കറ്റ് റേറ്റ് ഉണ്ട്. നമുക്ക് 265 കൊടുത്തേക്കാം. നിങ്ങളുടെ ഫോളോവേഴ്സ് ആണ് 265 എന്തായാലും കൊടുത്തേക്കാം. അല്ലെങ്കിൽ എത്ര കൊടുക്കും? അല്ലെങ്കിൽ 270 265,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഫിനാൻസ് കിട്ടുന്നതാണ്. ഒരു 50-60 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അടുത്ത ഏതാ വണ്ടി? അടുത്തത് RS 2016 മോഡല്. നമുക്ക് 48 രൂപ കൊടുത്തേക്കാം. 48,000 രൂപയാണ്. ഫിനാൻസ് കിട്ടും? 16. ഫിനാൻസ് കിട്ടാൻ പോസിബിൾ അല്ല. ട്രൈ ചെയ്ത് നോക്കാം.
ഓക്കെ, അടുത്തത് RS 2022 മോഡലാണ്. അത് വരുമ്പോ നമുക്ക് 1.40 അറേഞ്ച് വരും. ചെറിയ രീതിയിൽ ഫിനാൻസ് കയറുമ്പോൾ ഒരു രൂപയൊക്കെ ഫിനാൻസ് എന്തായാലും കയറും. 40-35 രൂപ ഡൗൺ പേയ്മെന്റ്, 40-35 ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത് NS അല്ലെഞ്ഞിരിക്കുന്നത്. NS ഇത് NS 200 ആണ്. ഡൗൺ പേയ്മെന്റ് വരും. ഡൗൺ പേയ്മെന്റ് 17 മോഡലൊക്കെ ഏകദേശം ഒരു 15 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ലാൻഡ് ടാക്സ് വേണ്ടി വരും. പിന്നെ മാക്സിമം സിവിലിന്റെ ഇതിൽ നോക്കണതാണ്. ഈ റെഡ് ഏതാ മോഡല്? റെഡ് 2017 മോഡൽ 57 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് നമുക്ക് റേറ്റ് വരുമ്പോൾ 65 രൂപ, 65,000 ഒക്കെ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണോ? ഇതാണെങ്കിൽ ഇത് 160 2017 മോഡലാണ്. ഇത് നമുക്ക് വരുമ്പോ 50 രൂപ കൊടുക്കാം, 50,000 കൊടുക്കാൻ പറ്റും. ഇത് NS 200 പുതിയ 200 അത് BS6 ആണ്. 16 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോഡൽ ഏതായിരുന്നു? 2024 മോഡൽ. എന്ത് വില? 1.40 അറേഞ്ച് ചെയ്തു. അപ്പൊ ആ ഒരു 30-40 രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവും. 2024 മോഡലാണ്. ഇതുവരെ നമുക്ക് 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. 10 രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവും. സിവിൽ ഓക്കെ ആണെങ്കിൽ 720 സിവിൽ ഉണ്ടെങ്കിൽ 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. വെറും 10,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. അപ്പൊ 220 ഇരിക്കുന്നുണ്ട്. 220 2023 BS6 ആണ്. നമുക്ക് ഒരു 1.10 വരും. 1,10,000. നമുക്ക് 20 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. പിന്നെ വരുമ്പോ പൾസർ 2023 മോഡലാണ്. നമുക്ക് 65 രൂപ കൊടുക്കാം. 65. അതെ, 65 ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ്. 23 മോഡലല്ലേ, 15 ഡൗൺ പേയ്മെന്റ്. അടുത്ത കുറച്ച് മൈലേജ് മൈലേജ് ഓഫർ വണ്ടി നമ്മൾ പറയുന്നതായിരിക്കും വണ്ടിയെ കുറിച്ചിട്ട്. അടുത്ത ഹീറോ സ്പ്ലെൻഡർ 2023 മോഡല് നമുക്കൊരു 15 രൂപ 16 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഫുൾ റേറ്റ് വരുമ്പോ 78 രൂപ അറേഞ്ച് വരും. HF ആണെങ്കിലോ? HF വരുമ്പോ 2025 മോഡലാ. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഷോറൂം സർവീസ് ആണ്. 16,000 കിലോമീറ്റർ ആണ് ഷോറൂം സർവീസ് ആണ്. വില 83 രൂപ. 83 രൂപ. ഓക്കെ, ഇതാണ് നമ്മുടെ ഓഫർ വണ്ടി. ഈ ഓഫർ എന്താണ് ഈ വണ്ടിക്ക്? ഇലക്ട്രിക് വണ്ടിക്ക് ഇപ്പൊ എല്ലാവരും പെട്രോൾ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് വണ്ടിയാണ് കുറച്ചുകൂടി നല്ല ഓടിക്കാനും സാമ്പത്തികമായ എല്ലാം നല്ലത്. അപ്പൊ ഇതിന് എന്താണ് വില ഓഫർ? നമുക്ക് 50 രൂപ കൊടുക്കാം. 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022 50 രൂപ എവിടെയും കിട്ടാൻ ചാൻസ് ഉണ്ടോ? കിട്ടാൻ എവിടെയും ചാൻസ് ഇല്ല. അങ്ങനെ വരാൻ ചാൻസ് വളരെ കുറവാണ്. എവിടെയും കിട്ടാത്ത വിലക്ക് നമ്മൾ ഈ 50 രൂപ കൊടുക്കുകയാണ്. ഇത് ഫിനാൻസ് കിട്ടും. കേൽസോ വണ്ടിയാണ്. ഫിനാൻസ് ഇലക്ട്രിക് വണ്ടിയാണ്. റീഫിനാൻസ് ഇല്ല. റെഡി ക്യാഷിന് എടുക്കാൻ 50 രൂപ ഉള്ളൂ. അതെ. അടുത്തത് പൾസർ 150 2019 മോഡലാണ്. നമുക്ക് 55 രൂപ. 55,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഈ സ്കൂട്ടേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഈ സ്കൂട്ടേഴ്സ് ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് എൻഡോർക്കൊക്കെ 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കാണിക്കുന്നതായിരിക്കും. അടുത്ത അപ്പാച്ചി RTR 2022 മോഡലാണ്. 160 ആണ്. 2022 മോഡലാണ്. നമുക്ക് 85 രൂപ 85,000 രൂപ ഇറക്കാൻ പറ്റുന്നതാണ്. 85,000 രൂപയാണ് വില വരുന്നത്. സോറി, P125 നമുക്ക് ഇന്ന് വന്നിട്ട് ആ ഹൈനസിന്റെ കൂടെ വന്നാണ്. ഇത് 2022 മോഡലാണ്. ചെറിയ വർക്ക് വല്ലതും ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ. വർക്ക് നിലവിൽ പഞ്ചിങ് ഒന്നുമില്ല. ചെയിൻ സ്പ്രോക്കറ്റ് മാറാനുണ്ടാവും. നമ്മൾ ചേഞ്ച് ചെയ്ത് സെറ്റ് ആക്കാൻ മാത്രമേ. എന്താ വില വരുന്നതിന്? അത് നമുക്ക് 70 രൂപ കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത യൂണിക്കോൺ 6,900 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ 6,930 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. എന്താ വില വരാം? നമുക്ക് 95 രൂപ. 95,000 രൂപ. ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ്, 15 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ട്. 10,000 ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. ഇങ്ങോട്ട് നോക്കിയാൽ മൈലേജ് വേരിയന്റ് ആണ്. പിന്നെ പ്ലാറ്റിന ഇത് 2023 മോഡൽ. ഇത് ABS മോഡലാണ്. നോൺ ABS ആണ്. ഇത് വരുമ്പോൾ രണ്ടും കൂടി നമുക്ക് 65 രൂപ. രണ്ടും സെയിം. രണ്ടിനും കൂടി അല്ല, ഓരോന്നിനും രണ്ട് സെയിം മോഡൽ. 24 മോഡലാണ്. ഇത് 23 മോഡലാണ്. 65,000 ലോ കിലോമീറ്റർ വണ്ടിയല്ലേ? അതെ. ഓക്കെ, ഫിനാൻസ് 2,400 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2,400 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 65,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 65,000 15 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത് 110X ഇരിക്കുന്നുണ്ട്. 110X ഇത് 2022 മോഡലാണ്. നമുക്ക് 55 രൂപ. 2022 55,000 രൂപയാണ്. അടുത്ത പാഷൻ ഇത് 2023 മോഡലാണ്. നമുക്ക് 75 രൂപ. 65 രൂപ. i3s ആണ്. പാഷൻ പ്രോ i3s മോഡലാണ്. പാഷൻ പ്രോ i3s ആണ്. ഇത് അവഞ്ചർ ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ 28 രൂപ കൊടുത്തേക്കാം. 2016 മോഡലാണ്. വെറും 220 സ്ട്രീറ്റ് ആണ്. വെറും 28 വെറും 28,000 രൂപയ്ക്ക് 220 സ്ട്രീറ്റ് ഇരിക്കുന്നത്. 2016 മോഡൽ. നെയിം ചേഞ്ച് ഉൾപ്പെടെ നമുക്ക് 28 ഉണ്ടാ. അപ്പൊ ഈ വണ്ടി എത്രയും പെട്ടെന്ന് സമീപിക്കാൻ വേണമെങ്കിൽ. അടുത്തത് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ സ്കൂട്ടേഴ്സ് ആണ്. നമുക്ക് തുടങ്ങാം. 2020 മോഡലാണ്. ലാസ്റ്റ് 20 ഇറങ്ങിയേക്കണാണ്. നമുക്ക് വരുമ്പോ 45 രൂപ. 45,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ ആക്റ്റീവ് ഓഫർ പ്രൈസ് ആണ്. ഓഫർ പ്രൈസ് ആക്റ്റീവാ? അതെ, 20 രൂപ ബഡ്ജറ്റില്. അതായത് ഇപ്പൊ ലോക്കല് ഒരു 3 കൊല്ലം പേപ്പർ ഉണ്ടാവും. 2013 മോഡലാണ്. നമുക്ക് റേറ്റ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. അപ്പൊ വെറും 20,000 രൂപയാണ് വണ്ടിക്ക് 20,000 ആസ്കിംഗ് പ്രൈസ്. ഡൗൺ പേയ്മെന്റ് അല്ല, റെഡി ക്യാഷ് 20,000 വണ്ടി സ്വന്തമാക്കാം. അതുപോലെ തന്നെ അപ്പുറത്ത് പ്ലസർ 2016 മോഡലാണ്.
അത് നമുക്ക് വരുമ്പോ 35 രൂപ കൊടുത്തേക്കും. 35 രൂപക്ക്. അതെ, വേറെ 35,000 രൂപ പ്ലഷർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ആക്റ്റീവ് 125 2023 മോഡലാണ്. നമുക്ക് 80,000 രൂപ ബഡ്ജറ്റ് കൊടുത്തേക്കും. 80,000 രൂപ കൊടുക്കാം. അടുത്ത രണ്ടെണ്ണം ഇരിക്കുന്നുണ്ടല്ലോ, രണ്ടെണ്ണം ജുപ്പിറ്റർ. ഇത് 2020 ബ്ലാക്ക് 2022 മോഡലാണ്. ബ്രൗൺ 2023 ആണ്. നമുക്ക് ബ്ലാക്ക് വരുമ്പോ 65 രൂപ വരും. ബ്രൗൺ വരുമ്പോ നമുക്ക് 2023 മോഡൽ നമുക്ക് ഏകദേശം ഒരു 70 രൂപ കൊടുത്തേക്കും. 70,000 കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങോട്ട് വരാം. ഇത് സ്ട്രീറ്റ് റാലി ഹൈബ്രിഡ് ആണ്. നമുക്ക് 75 രൂപ ബഡ്ജറ്റ് വരും. 75,000 സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. 22 ഹീറോ സൂം കുറച്ച് പീസാണ് ഷോറൂമിൽ ഇറക്കിയിട്ടുള്ളൂ. 2023 മോഡലാണ്. നമുക്ക് റേറ്റ് വരുമ്പോ 70 രൂപ അറേഞ്ച്. മിറർ ഒക്കെ ഉണ്ടാവും. മിറർ എല്ലാം ഉണ്ടാവും. അതെ, ഉള്ളി വെച്ചേക്കണോണ്ടാണ് മിറർ എല്ലാം ഉണ്ടാവും. 70,000 രൂപ. 70,000 രൂപ. ഓക്കെ, അടുത്തത് ഫാസിനോ 2019 മോഡലാണ്. നമുക്ക് 45 രൂപ കൊടുത്തേക്കും. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 35,000. 35,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണ്. അടുത്ത എൻടോർക്ക് കളക്ഷൻ. എൻടോർക്ക് വരുമ്പോ 2023 ആണ്. ഇത് 28,000 റണ്ണിംഗ് ആണ്. അത് 35,000 റണ്ണിംഗ് ആണ്. നമുക്ക് ഏകദേശം ഒരു 78 രൂപ റേഞ്ചിൽ രണ്ടും കൊടുത്തേക്കാം. 10,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. 10,000 ഡൗൺ പേയ്മെന്റിലാണ് നമുക്ക് ഇറക്കാൻ പറ്റുന്നത്. സിവിൽ ഓക്കെ ആണെങ്കിൽ 10,000 ഡൗൺ പേയ്മെന്റ് മതി. 78 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. 78 രൂപ. അടുത്ത് വീണ്ടും പ്രൈസ് ആണ്. സ്ട്രീറ്റ് റാലില്ല, ബേസ് മോഡലാണ്. 2022 മോഡലാണ്. നമുക്ക് 65 രൂപ കൊടുക്കാം. 65,000 രൂപ കൊടുക്കാം. ഓക്കെ, അടുത്ത കീലെസ് വണ്ടി അല്ലേ? കീലെസ്. ഇത് ആക്ടിവ 60 i3 സ്മാർട്ട് ആണ്. കീ ഒന്നും വേണ്ട. അതെ. എന്ത് വില വരും? വില 85,000 രൂപ. നമുക്കൊരു 15 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ അപ്രൂവ്. അടുത്ത ആക്സസ് കുറച്ചേ കുടിക്കൂ. ആക്സസ് 125 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. നിലവിൽ ഒരു 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് 70 രൂപ ബഡ്ജറ്റ് വരും. 15 രൂപ 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ. 70,000 ആസ്കിംഗ് റേറ്റ് ആണ്. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത മാസ്റ്റർ എഡ്ജ് 2019 മോഡല്. നമുക്ക് 35 രൂപ കൊടുക്കാം. 19 മോഡൽ 35,000 രൂപ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എൻടോർക്ക് 2024 മോഡലാണ്. 11,000 വെറും 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 11,000 കിലോമീറ്റർ. ലേഡി യൂസ്ഡ് ആണ്. നമുക്ക് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല. ലേഡി യൂസ്ഡ് ആയിട്ടും വലിയ രീതിയിലൊന്നുമില്ല. എന്താ വില വരാം? നമുക്ക് 85 രൂപ പ്രൈസ് വരും. നമുക്കൊരു 15 രൂപ ഡൗൺ, ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റും. അടുത്തത് ജിക്സർ 2017 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. നിലവിൽ 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് 49 രൂപ കൊടുത്തേക്കാം. 49,000 രൂപ. ഫിനാൻസ് കിട്ടോ? ഫിനാൻസ് പോസിബിൾ അല്ല. നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരും. സിവിൽ അത്യാവശ്യം ഓക്കെ ആണെങ്കിൽ പാസ്സോ. വെറൈറ്റി വണ്ടി കരീഷ്മ കാണാത്ത വണ്ടി. അതെ, 2010 മോഡൽ. ഹീറോ ഹോണ്ടയാണ്. ഹീറോ അല്ല, ഹീറോ ഹോണ്ട. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2010 എന്ന് പറയുമ്പോ 2030 ഡിസംബർ വരെ നിലവിൽ ടെസ്റ്റ് ചെയ്യേണ്ട പേപ്പറാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നിലവിൽ 52,000 കിലോമീറ്റർ പുള്ളി ഓടിച്ചിട്ടുണ്ട്. നമുക്ക് റേറ്റ് വരുമ്പോ 65 രൂപ. 65 രൂപ. അതെ, 65 രൂപ വില വരുന്നുണ്ട്. അതെ, പിൻ ടു പിൻ റീസ്റ്റോറേഷൻ. ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. അത് ടെസ്റ്റ് വർക്ക് പുള്ളി പേപ്പർ ഒക്കെ ഡിസംബർ വരെ പേപ്പർ ഉണ്ട്. വണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ അല്ലു അർജുന്റെ ഹാപ്പിയിലുള്ള വണ്ടിയാണ്. റിലീസ് ആയപ്പോ ഒന്നുകൂടി ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അതിലും ഏതായിരുന്നു വണ്ടിയുടെ കളർ? അതിൽ റെഡ് ആയിരുന്നു. അതിൽ റെഡ് ആണ്. അപ്പൊ ആ വണ്ടി അല്ലല്ലോ ഇത്. ഓക്കെ, അടുത്ത് പുതിയത്. അതെ, ഇത് പുതിയത് 210 കരീഷ്മ 210 ആണ്. നമുക്ക് 2024 മോഡൽ. വെറും 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് റേറ്റ് വരുമ്പോ 1.45 വരും. 45. ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ്, 35 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. പുതിയ വെർഷൻ അത് പഴയ വെർഷൻ? അത് പഴയ വെർഷൻ. ഓക്കെ, ഇത് 1.45. 1.45 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അടുത്ത ഡൊമിനാർ 250 2021 മോഡൽ UG ആണ്. 250 ആണ്. നമുക്ക് റേറ്റ് വരുമ്പോ 1.35 കൊടുത്തേക്കാം. 1,35,000. എന്താണ് അവിടെ ഒരു സൂം ചെയ്യാനുള്ളത്? ഇതാണല്ലോ സ്റ്റിക്കർ. 1,35,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ്. ക്ലാസിക് ഇരിക്കണ്ടല്ലോ. ക്ലാസിക് 2016 മോഡലാണ്. 16 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നിലവിൽ 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 35,000 കിലോമീറ്റർ വണ്ടിയാണ്. അത് വില വരും. നമുക്ക് 80 രൂപ കൊടുക്കാം. 80,000 രൂപ കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത് മേളിലേക്ക് പോകുമ്പോ V3 കളക്ഷൻ ഉണ്ട്. V3 2022 മോഡൽ 21 മോഡലാണ്. ബ്ലൂ അല്ലേ? ബ്ലൂ റേസിംഗ് ബ്ലൂ 2021 മോഡലാണ്. നമുക്ക് റേറ്റ് വരുമ്പോ 1.20 വരും. നമുക്ക് ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റും. 1,20,000 രൂപ. 20,000 ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അത് ഇറക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലാക്ക് 2019 മോഡലാണ്. മോൺസ്റ്റർ എഡിഷൻ ആണ്. V3 ആണ്. നമുക്ക്
38 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. KL7 വണ്ടിയാണ്. എന്ത് വില വരും? നമുക്ക് 99 രൂപ കൊടുക്കാം. വെറും 99,000 രൂപയ്ക്ക് 2019 മോഡൽ V3 ഇരിക്കുന്നുണ്ട്. നല്ല കണ്ടീഷൻ, മോൺസ്റ്റർ എഡിഷൻ ആണ്. അതെ. അപ്പൊ ഫിനാൻസ് കിട്ടുന്നതാണ്. ഒരു 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ് പറ്റുന്നതാണ്. അടുത്ത ജാവ 42 2022 മോഡലാണ്. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഷോറൂം സർവീസ് ഉള്ളതാണ്. നമുക്ക് റേറ്റ് വരുമ്പോൾ 1.25 വരും. നമുക്കൊരു 25 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. 1.25 ആസ്കിംഗ് പ്രൈസ്. ഞാൻ പറഞ്ഞ പോലെ 27 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത് വീണ്ടും 2 ഇരിക്കണ്ടല്ലോ, V4 V3 അതൊക്കെ. അത് ബ്ലാക്ക് V3 ആണ്. അത് നമുക്ക് വരുമ്പോൾ സെയിം 1.20 തന്നെ വരും. 2022 മോഡലാണ്, 21 മോഡലാണ്. നമുക്ക് ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ്, 25 രൂപ ഡൗൺ പേയ്മെന്റ് അതും ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ മറ്റേ രണ്ടാമത് ഇരിക്കുന്നത് V4 ആണ്. V4 വരുമ്പോ 2022 മോഡലാണ്. നമുക്ക് റേറ്റ് വരുമ്പോൾ ഏകദേശം 1.25 അറേഞ്ച് വരും. 1.25 20 രൂപ ഡൗൺ പേയ്മെന്റിൽ 20-25 ഡൗൺ പേയ്മെന്റ് ഡ്യൂക്ക് 200 2021 മോഡലാണ്. ഫുള്ള് ഷോറൂം സർവീസ് ആണ്. ഫുൾ ഷോറൂം സർവീസ് ആണ്. ഹിസ്റ്ററി ഫുൾ ഹിസ്റ്ററി ഉള്ളതാണ്. വില വരും നമുക്ക് 1.45 കൊടുത്തേക്കാം. 1.45. അതെ, ഫുള്ള് ഷോറൂം ഹിസ്റ്ററി, ഫുൾ സർവീസ് ഷോറൂം ഹിസ്റ്ററി. ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 30-25 രൂപ ഡൗൺ പേയ്മെന്റ് ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ വെറും 30,000 ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഡ്യൂക്ക് 200 ഇറക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയും വണ്ടികളാണ് ഉള്ളത്. അപ്പൊ ഇയാള് നമുക്ക് ഇടയ്ക്ക് വെച്ച് മിസ് ആയിട്ടൊരു കസ്റ്റമർ വന്നു. കസ്റ്റമർ അറ്റൻഡ് വേണ്ടി പോയതല്ലേ? എന്തായി പോയിട്ട് കസ്റ്റമർ എടുത്ത വണ്ടി? ഓക്കെ. നമ്മ സിബിൽ എല്ലാം ചെക്ക് ചെയ്യല്ലേ? അപ്രൂവലാണ്. അപ്പൊ എത്ര നേരം കൊണ്ട് ആയ സംഭവം? പ്രീ അപ്രൂവൽ എടുക്കാൻ 2 മിനിറ്റ് മതി. ഓക്കെ. മാക്സിമം ലോൺ അപ്രൂവ് ആവാൻ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ലോൺ അപ്രൂവ്. അപ്പൊ അതായത് ഫസ്റ്റ് പ്രീ അപ്രൂവ് ചെയ്തപ്പോൾ തന്നെ ആൾക്ക് വണ്ടി കിട്ടും എന്നുള്ള ഉറപ്പാണ്. ബാക്കി ലോൺ ചെയ്യാനുള്ള പ്രൊസീജിയർ 2 മണിക്കൂർ കൊണ്ട് ലോൺ ആവും. ലോൺ ചെയ്യാൻ എത്ര വരെ എമൗണ്ട് കയറുമെന്ന് അറിയാൻ പറ്റും? ഒരു 1 lakh വരെ നല്ലൊരു എസ്എസ് വെരിഫിക്കേഷൻ ഒന്നിലാണ്ട്. ഓക്കെ. അപ്പൊ അത് കൂടുതൽ അത് കണ്ടുള്ള എമൗണ്ട് ഡൗൺ പേയ്മെന്റ് അടക്കണം. അങ്ങനെയല്ലേ സ്കീം? അപ്പൊ ഇപ്പൊ ഒരു കസ്റ്റമർ വന്ന് 2 മിനിറ്റിനുള്ളൊക്കെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി കിട്ടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ബാക്കി നമ്മുടെ ആധാറും പാൻ കാർഡും വെച്ചിട്ടാണ് നമ്മൾ നോക്കണല്ലേ ഫസ്റ്റ്. പിന്നെ ബാക്കി ഡോക്യുമെന്റ്സും കാര്യങ്ങളും, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഇത്രേ ഉള്ളൂ. ബാങ്കിന്റെ പാസ്ബുക്ക് വെക്കുന്നത് നമുക്ക് മന്ത്ലി കട്ട് ചെയ്യാൻ വേണ്ടി, ECS കട്ട് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നിനല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിൽ ഇന്ന് 2 പേരാണ് ഉണ്ടായത്. ഫാസിലും റുക്സാനെ ഉണ്ടായത്. അപ്പൊ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറഞ്ഞേക്ക്. തൃക്കാക്കര അമ്പലത്തിന്റെ അടുത്താണ്. എടപ്പള്ളി തൃക്കാക്കര അമ്പലത്തിന്റെ അടുത്ത് ഷോറൂം. D7 മോട്ടോ ഹബ് ആണ്. നമുക്ക് ഇൻസ്റ്റയിൽ പേജ് ഉണ്ട്. ഇൻസ്റ്റയിൽ എൻക്വയറി ചെയ്യാം. നമ്മുടെ എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽ ഉണ്ടാവും. പുതിയ വണ്ടികളാണെങ്കിൽ ജസ്റ്റ് സ്റ്റോറി അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഈ കണ്ട വണ്ടികൾ ഏതെങ്കിലും സോൾഡ് ആവണമെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സോൾഡ് ഔട്ട് ഇടുന്നതാണ്. വേറെ ഇപ്പൊ എന്താ പറയാനുള്ളത്? എല്ലാ ദിവസവും തുറക്കും നമ്മള്. സൺഡേ മാത്രം ഒരു 11 മണി തൊട്ട് വൈകിട്ട് ഒരു 3 മണി വരെ ഉണ്ടാവും. എല്ലാ ദിവസവും ഒരു 10 o'clock തൊട്ട് ഒരു 8 PM വരെ എന്തായാലും 8 PM വരെ. പിന്നെ ഓണം സീസൺ ആയതുകൊണ്ട് ലേറ്റ് ആയിട്ട് ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും കസ്റ്റമർ എൻക്വയറി ഉണ്ട് അതിനനുസരിച്ച് വെയിറ്റ് ചെയ്യും. ഓക്കെ. നമുക്കിപ്പോ സ്റ്റാഫ് വേക്കൻസി എന്തെങ്കിലും ഉണ്ടോ? ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, അവിടെ ചോദിച്ചാണ്. ഇപ്പൊ എല്ലാം ഫില്ലല്ലേ? എല്ലാം ഫില്ലാണ്. ഇടയ്ക്കിടയ്ക്ക് വേക്കൻസി വരാറുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ഷോറൂമിൽ പോകുമ്പോൾ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ജോലി ഇട്ടട്ടെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ലൊക്കേഷനും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇവൻ പറഞ്ഞിട്ടുണ്ട്. പേര് ഞാൻ പിന്നെ പറഞ്ഞു, ഫാസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഓണം പ്രമാണിച്ച് ഇനിയും സ്റ്റോക്ക് വരാനുണ്ട്. സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് 2 പേര് പോയേക്കുന്നത്. ആക്ച്വലി കറങ്ങാൻ പോയതൊന്നുമല്ല. അപ്പൊ ഈ വീഡിയോ കാണാത്ത ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ വണ്ടി വിൽക്കാനുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓൾ കേരള നമ്മൾ വണ്ടി വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നത്. ഓൾ കേരള ഫൈനാൻസ് അവൈലബിൾ ആണ്. ഓൾ കേരള ഫിനാൻസ്, ഡെലിവറി, പർച്ചേസ് എല്ലാം ഉള്ള ഒരു ഷോറൂമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ബൈ കൊടുത്തേക്ക്. ബൈ ഹാപ്പി ഓണം.